വളരെ സുപരിചിതമായ ഒരു ദൈവിക ചിന്തയാണ്. ഇവിടെ കർത്താവ് വ്യക്തമായി വിളിച്ചു പറഞ്ഞത് എന്താണ്? ഈ വാക്കു നിമിത്തം പോയിക്കൊള്ളുക എന്ന് ഭൂതം നിന്റെ മക്കളെ വിട്ടുപോയിരിക്കുന്നു എന്നു പറഞ്ഞ് അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോകുന്നതും പോയതും അവൾ കണ്ടു. കർത്താവിന്റെ തിരുവചനം അവിടെ വ്യക്തമാക്കുകയാണ്, ദൈവസമക്ഷം നിൽപ്പാൻ അവർക്ക് എന്തില്ല. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവൻ മിഥ്യാജാതികളെ പ്രതി എന്താവുന്നില്ല, അല്ലല് കൊള്ളുന്നില്ല. സ്വന്തം ജനത്തെ വല്ലവിധയെയും തിരുവചനത്തിന്റെ വാഗ്ദത്ത പശ്ചാത്തലങ്ങളെ കേന്ദ്രീകരിച്ച് തന്റെ സ്വന്തം ജനത്തെ വീണ്ടെടുപ്പാനായിട്ട് തന്നെയാണ് ക്രിസ്തു. അവർ വിശ്വസിക്കില്ല എന്ന് ആർക്കറിയാമായിരുന്നു? ദൈവത്തിന് അറിയാമായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ അവൻ ജാതികളിലേക്ക് എന്ത് ചെയ്തു? പക്ഷെ നോക്കിക്കേ, ഈ നടത്തിപ്പിനോടുള്ള ബന്ധത്തിൽ തന്റെ കൂടെ നടക്കുന്ന ചിലരുണ്ട്. അതാരാ? ഈ സ്വന്തം ജനമാണ്. ആരാണ് സ്വന്തം എന്ന് പറയുന്നത്? ശരിക്കും നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശത്രു വിദൂരങ്ങളിലും വേറെ എവിടെയോ കണ്ടിട്ടില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒന്നുമല്ല. പിന്നെന്താണ്? സ്വന്തം ഭവനത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ സ്വസ്ഥതയ്ക്കും നമ്മുടെ സമാധാനത്തിനും മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എല്ലാം തടസ്സം സ്വന്തം ഭവന അന്തരീക്ഷത്തിൽ തന്നെ. ഏത് വിധേന ഇതിനകത്തൊന്ന് രക്ഷപ്പെടാമെന്നാ എല്ലാവരും വിചാരിക്കുന്നത്. എല്ലാവരുടെ വിചാരധാരണയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇവരാരും എന്ത് ചെയ്യുന്നില്ല, രക്ഷപ്പെടുന്നില്ല എന്നതാണ് ഒരു പരമാർത്ഥ സത്യം. അവർക്ക് പ്രായഭേദമൊന്നുമില്ല, യൗവനക്കാരെന്നോ വാർദ്ധക്യമോ ഒന്നുമില്ല. ആർക്കും എങ്ങനെയും തൻ്റെ സ്വസ്ഥതയ്ക്ക് സമീപവാസികൾ ആരുമല്ല, സ്വന്തം ജീവിതത്തിൽ ഉൾപ്പെടുന്നവർ തന്നെയാണ് എൻ്റെ സ്വസ്ഥതയെ ഭംഗമാക്കുന്നത്, അല്ലെങ്കിൽ സ്വസ്ഥത ഇല്ലാതാക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തോട് ആ കർത്താവിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലൊക്കെ വേറെ ആരുമല്ല, സ്വന്തം ഗോത്രത്തിൽപ്പെട്ടവർ, യഹൂദ ഗണം അല്ലെങ്കിൽ പരീക്ഷ ഗണം എന്നിത്യാദിപ്പെടുന്നവർ മാത്രമാണ് കർത്താവിന്റെ ഏറ്റവും വലിയ പരീക്ഷണം. അതുകൊണ്ട് എന്താണെന്നറിയോ, അവരുടെ ജീവിതത്തിലൊന്നും ഇതുവരെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ചില പരീക്ഷന്മാരും നടന്നിട്ടുണ്ട് അല്ലേ? ഒരു പ്രമാണി, ഒരു പരീക്ഷൻ, ആരാ? യോഹന്നാന്റെ സുവിശേഷം അല്ലേ? നിക്കോദെമസ് പരീക്ഷന്മാരെ ഉപദേശിച്ചു പോന്നിരുന്ന ഒരു വ്യക്തി. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? എനിക്ക് എന്തൊക്കെയോ ആകാം, എനിക്ക് എന്തൊക്കെയോ അറിയാം എന്നൊരു നിരൂപണം മാത്രമേ ഇവരെന്ത് ചെയ്യുന്നുള്ളൂ, വ്യക്തമാക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം വല്ലവിധേന എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് ഇവരിൽ ആരിൽ നിന്നും എന്ത് ചെയ്യുന്നിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. ഇന്ന് ഒരുവിധം ക്രിസ്തീയ ജീവിതത്തിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. നോക്കിയ ദൈവം, യഥാർത്ഥ ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യമുള്ളവർ തന്നെ ഇന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ ഇതുമായിട്ട് കേൾക്കാത്ത ഏതോ അയൽവക്കത്തോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഇതര ജാതീയ അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഒട്ടനവധി ജീവിതങ്ങളും കർത്താവിനെ കുറിച്ചൊരു കേൾവി കേട്ട മാത്രയിൽ അവർ എന്ത് ചെയ്യുന്നു, രക്ഷ പ്രാപിക്കുക. അവർക്ക് രക്ഷപ്പെടണമെന്നുള്ള അവരുടെ ഉൾഭാവത്തിന്മേലൊരു ജീവൻ വീഴുക. പക്ഷെ ഇന്നലെ വരെ കർത്താവിന്റെ പേരും പറഞ്ഞ് നടന്നിട്ട് ഇന്ന് അവരുടെ രക്ഷ എന്തെന്ന് പോലും അറിയാത്ത ചിലരുണ്ട്. എന്താ ഇതുകൊണ്ട് സംഭവിക്കുന്നത്? ഇതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിയോ, ദൈവകോപം നിന്റെ കൂടെ നടക്കുന്നുണ്ടെന്ന്. ചിലപ്പോ നിന്റെ കാര്യങ്ങൾ നടത്തി കിട്ടുവാനൊക്കെ കാര്യങ്ങൾ വിഷയത്തിന്മേലൊക്കെ അത്ഭുതങ്ങൾ നടന്നു കാണാം. പക്ഷെ എന്തില്ല, നിനക്ക് വേണ്ടുന്ന വിധത്തിലുള്ള മാനസാന്തരം ജീവിതമേ നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമം ആദ്യോടന്തം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരത്തിന് ഫലം കായ്പീൻ. ഇന്ന് മാനസാന്തരപ്പെട്ട് നാളെ മാനസാന്തരപ്പെടണ്ട എന്നാണോ? മനം അത് വല്ലാത്തൊരു സംഭവമാണ്. ഇവൻ ലോകത്തെ വല്ലവിധേനെ ഉള്ളത്തിലാക്കി വെച്ച് നടക്കുന്നവനാണ്. ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു വാഹനം കണ്ടാൽ കാണുമ്പോഴാണോ ഇവനൊരു ഉള്ളത്തിലൊരിത്? പിന്നെന്താണ്, കണ്ട മാത്രമല്ല എങ്ങനെയെങ്കിലും സ്വായത്തമാക്കണം, ആണോ ഇല്ലയോ?
എന്ത് സംഭവം കണ്ടാൽ അത് എത്ര വേഗം അതിനോട് ആഗ്രഹമുള്ളവർ. അപ്പൊ ആഗ്രഹം എവിടെ ഉണ്ടായിരുന്നു? ഉള്ളത്തിലുണ്ടായിരുന്നു അല്ലേ? ഉള്ളത്തിലുള്ളത് കൊണ്ടാണ് കണ്ട മാത്രമേ അതിനെ സ്വായത്തമാക്കാനുള്ള ഒരു ആഗ്രഹം. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഓരോരോ വ്യക്തി ജീവിതങ്ങളെ പഠിച്ചാൽ എന്താണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം മനുഷ്യനെ വല്ലാതെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിഴുങ്ങി വെച്ചിരിക്കുക. ഇത് കൂടുതൽ ആരെയും ഇപ്പൊ ഭരിക്കുന്നത്? ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന ഇന്നും ക്രിസ്തു എന്ന ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു എന്ന പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന ജീവിതങ്ങളിലെല്ലാം മഴയും കൊഴയും എന്ത് പറയുന്നത് വേദനയും എങ്ങനെ ഇങ്ങനെ രോഗ ദുഃഖ പീഡയെ കേന്ദ്രീകരിച്ച യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നത്. ഇന്നും അവൻ നിത്യശാന്തിക്ക് അവൻ കാരണഭൂതനെന്ന് ഇന്ന് ആരും ഇത് ചെയ്യുന്നില്ല. നിന്റെ മാനുഷിക ജീവിതത്തിന്റെ നിലവാരം യേശു ക്രിസ്തുവാണ് ഇന്ന് ആരും ഇത് ചെയ്യുന്നില്ല, വ്യക്തമാക്കുന്നില്ല. ഇവിടെ വന്നത് കൊണ്ട് രോഗം മാറി എന്നുള്ളതിന്റെ വിശേഷത മാത്രമേ പൊതുലോകം കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ആ രോഗം മാറാനായിട്ട് എന്ത് ചെയ്യും? വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചില ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ നീ കടന്നുപോയി ഇതിന്മേൽ അത്ഭുതമുണ്ട്, ഇതിന്മേൽ ദൈവം പ്രവർത്തിക്കും, നിങ്ങൾ വല്ലവിധനെ മനസ്താപ്പെടും, പ്രാർത്ഥനയ്ക്ക് കടന്നു പോ. ഓ, ഞങ്ങൾ കുറെ ഇടത്ത് ഇങ്ങനെ പോയത് ഇതോ എന്നോട് ദൈവം വ്യക്തമാക്കുന്ന അടുത്ത നിമിഷം കഴിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക. ഞാൻ ഇത്രയും പ്രാണവേദനയോട് അവരോട് പറഞ്ഞിട്ടും അവരിതിനെ എന്താക്കുക? നിസ്സാരമാക്കുക. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ കുറെ എടുത്ത് പോയതാ, അതുകൊണ്ട് ഞങ്ങളുടെ പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുകാരോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, എന്നാലും നിനക്ക് സൗഖ്യപ്പെടണമെന്നില്ല, എന്നാലും നിന്റെ ദൈവത്തോട് അടുക്കണമെന്നില്ല. സ്തോത്രം. എന്നാലും ദൈവിക മനസാക്ഷിയോട് നീതി പുലർത്തണമെന്നില്ല. നിന്റെ പക്കൽ നീ ചുമന്നുകൊണ്ട് നടക്കുന്ന, നിന്റെ തലക്കണയിൽ വെച്ചിരിക്കുന്ന, സെൽഫിയിൽ വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം എന്ന് അറിഞ്ഞുകൊണ്ട് നീ ഉറുമ്പിനോ പാറ്റയ്ക്ക് പോലും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതിനകത്ത് വിശേഷതയ്ക്ക് നീ എന്ത് പിടിക്കുന്നില്ല? ചുക്കാൻ പിടിക്കുന്നില്ല. മാത്രം സന്ദർഭോചിതമായ ന്യായം പറയും. ഇത് വിശ്വസിപ്പാൻ മനസ്സില്ലടോ. അത് തന്നെ അവരുടെ പ്രവൃത്തി. ഇത് വിശ്വസിപ്പാൻ മനസ്സില്ല. ആ പശ്ചാത്തലങ്ങളെ നാം നോക്കുമ്പോൾ ഇപ്പോൾ വായിച്ച തിരുവചനത്തിൽ വ്യക്തമാക്കുന്നു ഇവൾ ആരാന്നാ പറയുന്നത്? ഇവളൊരു ജാതീയ സ്ത്രീയ. സ്വതന്ത്രം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 15 വായിച്ചു. 15:21 മുതൽ. വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കർത്താവിന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് അവിടെ വിളിച്ചു പറയുന്നത്. എന്ത് വിളിച്ചു പറഞ്ഞേ? ദാവീദ് പുത്ര. അല്ലയോ ദാവീദ് പുത്ര. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മർമ്മം ഞാൻ കൈമാറ്റം ചെയ്യാം. കർത്താവ് എപ്പോഴും തന്റെ ബലഹീനതയോടുള്ള ബന്ധത്തിൽ വല്ലാതെ തീക്ഷ്ണതയെ പ്രവർത്തിക്കുന്ന ദൈവം. അവൾ അറിഞ്ഞു ഞാൻ ആരാന്നാ, ഞാൻ ദാവീദിന്റെ കുലത്തിൽപ്പെട്ടതാണ്. അപ്പൊ എന്നെ കുറിച്ച് ആർക്കെന്ത് അറിവുണ്ട്? അവൾക്കൊരു അറിവുണ്ട്. അവൾ അറിയുന്ന അല്ലെങ്കിൽ അവൾ വിശ്വസിക്കുന്ന മാത്രമേ ഞാൻ പ്രവർത്തിച്ചേ മതിയാകൂ എന്നൊരു ദൈവിക പ്രമാണമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ദൈവത്തോടെ ഇങ്ങനെ ഒരു പ്രമാണം, അതുപോലെ ദൈവത്തിന് നമ്മോടൊരു പ്രമാണമുണ്ട്. ആണോ ഇല്ലയോ? അബ്രഹാമിനോട് ദൈവം അതല്ലേ പറഞ്ഞിരിക്കുന്നത്? അവർ തമ്മിൽ ചേർന്ന് ഒരു ഉടമ്പടി സ്ഥാപിച്ചു. അപ്പോൾ നീ ഇത് അനുഷ്ഠിക്കും മാത്രമേ ഞാൻ നിന്റെ അവസ്ഥകൾക്ക് എന്ത് വരും? മാറ്റങ്ങളെ വരുത്തും. അവൻ ഒരിക്കലായി പറഞ്ഞു എന്നത് പിന്നീട് അവൻ മാറ്റി പറയുന്നവനല്ല, അവൻ ദൈവമല്ല. അതുകൊണ്ട് തിരുവചനം വ്യക്തമാകും, നീ പ്രമാണത്തെ അനുഷ്ഠിക്കാൻ, ദൈവം മനുഷ്യകുലത്തിന് തന്നിരിക്കുന്ന പ്രമാണം നിവർത്തീകരിക്കാൻ നീ അതിനായി തന്റെ ദേഹം, ദേഹി, ആത്മാവിനെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി അവിടെ സംഭവിക്കുക. പക്ഷെ അപ്പോൾ നിനക്കറിയില്ല. പക്ഷെ അതിനുശേഷം ഒരു ദൈവ നീതി വെളിപ്പെടുമ്പോൾ ഇത് വാസ്തവമായി സമ്മതിച്ചേ മതിയാകൂ. ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നു. ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി. ജാതീയ സ്ത്രീ ഒന്നുകൊണ്ട് പോലെ എന്തല്ല. എന്നിട്ടും അവൾ എന്ത് ചെയ്യാണ്? കർത്താവിനെ വിട്ടുപിരിയാതെ പിടിച്ചിരിക്കുക. കാരണം എന്താ? അവൾക്കൊരു അത്ഭുതം വേണം. അവൾക്ക് ഇവനെ കുറിച്ചൊരു കേൾവിയുണ്ട്. കർത്താവെ, നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഇതിന്മേലൊരു അത്ഭുതം ഉണ്ട്.
അവിടെ ഒരു അത്ഭുതം നടന്നത് നോക്കിയോ. ഒന്ന് അവരുടെ വിശ്വാസം തന്നെ എന്ന് നാം പറയുമ്പോഴും ഒന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം, അവിടെ ഒരു പ്രവൃത്തിയും കണ്ടിട്ടല്ല. പിന്നെന്താണ്, വിശ്വസിക്കാതെ കുറെ എണ്ണം കൂടെ നടക്കുന്നുണ്ട്. ഇവനെല്ലാരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകുമല്ലോ ചൊല്ലിയ എന്റെ കർത്താവ് മഹാപ്രവൃത്തി അവിടെ ചെയ്യുന്നത്. നോക്കൂ ജീവിതമേ, ഒരു അത്ഭുതം വെറുതെ ഒന്നും ഉണ്ടാകുന്നതല്ല. ഒരു അത്ഭുതത്തിന്റെ പിറകിൽ ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. ലാസറിനോടുള്ള ബന്ധത്തിലും ദൈവം അടുത്ത നിമിഷം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തെന്നത് കർത്താവിന് അറിയാം. പക്ഷെ കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുള്ള ബന്ധത്തിൽ ഈ അവിശ്വസ്തരായ തന്റെ സ്വന്തം ജനങ്ങൾ കൂടെ നിൽക്കുന്നു. കർത്താവെ വല്ലവിധേയനെ ഇവരോടുള്ള നല്ല നിരൂപണത്തിനൊരു മാറ്റം വരണമെങ്കിൽ നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക. കണ്ണുനീർ വാർത്തത് എന്തിനാ? ഒരിക്കലും നോക്കിയേ മറിയയുടെയോ അല്ലെ മാർച്ചയുടെയോ കഷ്ടത കണ്ടോ ഈ ജനത്തിന്റെ കണ്ണുനീര് കണ്ടെന്നോ അല്ല ജീവിതമേ. പിന്നെന്താണോ അടുത്ത നിമിഷം നടക്കാൻ പോകുന്നത്? ഓ നാറ്റം വെച്ച് പുഴുവരിച്ചെന്ന് പറയുന്നതിനെ അവർ പുറത്തു കൊണ്ടുവരാൻ പോകുവാന്ന്. ഇന്നവരൊരു മനുഷ്യ കുലത്തിലും നടക്കാൻ മേലാത്തതൊന്ന്, നടന്നിട്ടില്ലാത്തതൊന്ന് അവൻ പുറപ്പെടുവിക്കാൻ പോകുവാന്ന്. ഈ അവിശ്വസനീയമായ ഒരു പ്രവൃത്തിയെ ഒരുവൻ കണ്ട് വിശ്വസിക്കണമെങ്കിൽ നിന്റെ നിരൂപണത്തിൽ ജീവൻ വരണമെന്ന്, നിന്നിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കണമെന്ന്, നിന്നിലൊരു അത്ഭുതം സംഭവിക്കണോ. എന്താണെന്നറിയാമോ? ഇതുകൊണ്ട് നീ നശിച്ചു പോകാനല്ല, നഷ്ടമായ നിന്നെയും പുറക്കിയെടുപ്പാനാ അവൻ സ്വർഗീയ പ്രവൃത്തി വെളിപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു ദൈവമായവന്റെ ശരീരമായ ഒരു വാക്കത്തെയാണ്. അവന്റെ ഭുജം എന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ദൈവാധിപത്യത്തിന് ഒരു പ്രവൃത്തിയായി ഒരുവൻ ഭൂമിയിൽ ഇറങ്ങി. അവന്റെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടമത്രേ ചെയ്യുന്നത്. 23 വായിച്ചേ. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. എന്താ? അതിന് തൊട്ടും പോലും വായിച്ചു. അവനോട്, കർത്താവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മക്കൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവനവളോട് ഒരു വാക്കും, ഒന്നും രണ്ടും തവണയായിട്ടൊക്കെ പ്രാർത്ഥിച്ചു വന്നു. കുറെ നാളായി പോയിട്ട് ഇവരെ പ്രയോജനമൊന്നും. എന്നാ പിന്നെ അങ്ങോട്ടൊന്ന് പോ. ഇന്ന് രാവിലെ എന്നെ വല്ലാതെ നിർബന്ധിച്ച ഒരു വിഷയമാണ്. ഒരിക്കലും ഒരു വ്യക്തി ജീവിതങ്ങൾ ദൈവവചനത്തോടുള്ള നല്ല മനസാക്ഷിത്വം വെച്ചു പുലർത്തുന്നില്ല. ഒരു ഉപദേശി ഇച്ചിരി ഏതെങ്കിലും ഒരു ദൈവ നിയോഗത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വേദനയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അവർ ആ സംഘടന വിട്ട് അടുത്ത സംഘടന ചാടും. അല്ലെങ്കിൽ ആ ഉപദേശിയുടെ വാക്ക് വിട്ടിട്ട് അടുത്ത ഉപദേശിയെ. ഇപ്പൊ ഉപദേശി പോലും എന്താണ് എണ്ണത്തിലധികമാണ്. സന്ദർഭോചിതമായി സംസാരിക്കുന്ന ഉപദേശിമാർക്കാണ് ഇന്നത്തെ മാർക്കറ്റ്. ദൈവനീതി എന്തെന്ന് തിരിച്ചറിയാൻ മേലാത്ത ഈ സന്ദർഭോചിതമായി ഇടപഴകുന്ന ദൈവദാസന്മാർക്കാണ് ഇന്നത്തെ അവർക്ക് മാർക്കറ്റ്. ഇന്ന് അവർ വളരെ തിരക്കാണ്. നിന്റെ പക്കം തന്നിരിക്കുന്ന ഇതൊരു ആത്മാവെന്ന് നീ തിരിച്ചറിയുന്നു. ഇതിൽ നിലകൊള്ളുന്ന ദേഹിയുടെ ജീവനെ കൈമാറണം നിനക്ക് ബോധമുണ്ടോ? നീ ദൈവദാസനെങ്കിൽ ദൈവത്തിന്റെ ഹിതം നീ ആരാഞ്ഞനെ. ദൈവഹിതത്തോട് നീതി പുലർത്തണ നീ നാമത്തിൽ നിൽക്കുന്നത്. അല്ലാതെ വേഷം കെട്ട് നിന്റെ ഉപജീവനത്തിന് വേണ്ടി അല്ല ഈ മാർഗം തിരഞ്ഞെടുക്കേണ്ടത്. ജീവനായവനെ ജീവനായി തന്നെ തിരിച്ചറിഞ്ഞ് ജീവനില്ലാത്തവന്റെ ജീവനെ കൈമാറാനാ നിന്റെ മേലൊരു അഭിഷേകം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അഭിഷേകത്തിന് നിലവാരമില്ലെങ്കിൽ നീ സമ്മതിക്കില്ല എന്ന്. എന്നിട്ട് വീട്ടുമാറ് ചിലതുകൊണ്ട് അകത്തോട്ട് കയറട്ടെ, ചിലതൊന്ന് പ്രവർത്തിക്കട്ടെ, ചിലതേ അത്ഭുതം നടക്കട്ടെ. ഈ ഭൂമിയിൽ ദൂതഗണങ്ങൾ സഞ്ചരിക്കുമെന്ന് ദൈവാത്മാവിനെ വല്ലാതെ നിയോഗിക്കുക. മനുഷ്യ നിനക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, കാലപ്പഴക്കത്തിനുള്ള പരിജ്ഞാനമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നിന്റെ ഉണ്ടാക്കിയ ദൈവത്തെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നീ ഒരു ദൈവത്തിന്റെ ദാനമെന്ന് നീ തിരിച്ചറിയുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ ശാപമാണ്. അറിയോ? ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നു. അപ്പോൾ തന്നെ ജീവനുള്ള ദൈവത്തെ തനിക്ക് ബോധിച്ച നിരൂപണത്തിൽ കൊണ്ട് നിർത്തുന്നു. ഇതൊക്കെ ഒരു ശാപത്തെ കാണിക്കുന്നതാണ്. കാരണം വരാൻ പോകുന്ന ദൈവകോപത്തെ ഇവർ നിസാരവൽക്കരിക്കുക. അയ്യോ, ജീവിതം നിസാരവൽക്കരണമല്ല, യാഥാർത്ഥ്യബോധം അവിടെ വെളിപ്പെടേണ്ടത്. നിനക്ക് അറിയാമോ? അറിയാമെന്ന് തന്നെ പറയണം. അറിയില്ലയോ? അറിയില്ലെന്ന് തന്നെ പറയണം. നീ സത്യത്തിന്റെ കാവൽക്കാരനാ, കാവൽക്കാരിയാ. നിന്നിൽ ഉപായവും ഉപാധിയും വെളിപ്പെട്ടാണ്ടല്ലോ, നിന്നിൽ നാളെ വെളിപ്പെടേണ്ട അഭിഷേകം നിന്നെ ഇട്ടച്ചു പോകുന്നു. നിന്നോട് നീതി പുലർത്തേണ്ട അഭിഷേകം അത് നിന്നെ വഴിയോരങ്ങൾ ഇട്ടു പോകുന്നു. ക്രിസ്തീയ ജീവിതം പ്രദർശനമല്ല.
ഒരു മനുഷ്യ നിന്റെ മാനുഷിക ജീവിതത്തിന്റെ വിലയേറിയ ഒരു നിമിഷമാകും. എങ്ങനെ ഏവിധമാ ദൈവസമക്ഷം ഞാൻ ഓടിയെടുക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. ആ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യ നിന്നെ മനുഷ്യനാക്കി തീർക്കാൻ ദൈവവും നിന്നോടങ്ങ് കൂട്ടുചേരുക, ഒരു കൂട്ട് പങ്കാളിയാവുക, ഒരു സഹോദരനായി മാറുക, ഒരു സഹോദരിയായി അങ്ങ് മാറുക. നീ ഏവിധം ആ സാന്നിധ്യ ബോധത്തെ നീ വ്യക്തമാക്കുന്ന ആ വിധം അത് നിന്നോട് തന്നെ അടുത്തു വന്ന് നിനക്ക് വേണ്ടി തന്നെ വാദിച്ചു, നിനക്ക് വേണ്ടി തന്നെ അവൻ പ്രവർത്തിച്ചു. അവൻ നിന്നെ നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തെ സ്ഥിരമാക്കുന്നൊരു ദൈവകരം. അവനെയാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അതിനെയാണ് ഞാൻ ദൈവം എന്ന് പറഞ്ഞത്. കാരണം എന്താ? എന്റെ ബലഹീനതയിൽ എനിക്കവൻ തുണ, എന്റെ കഷ്ടതയിൽ. കണ്ടോ മനുഷ്യ, കണ്ടോ, നിനക്ക് പരോപകാരമായി, നിനക്ക് ചേർന്ന്, നിനക്ക് പകരമായി നിൽക്കേണ്ട വേറെ ആരുമല്ല ഈ ദൈവമത്രേ. നിന്നെ ഉണ്ടാക്കിയവൻ തന്നെ നിന്നോട് ചേർന്നിരുന്ന് നിന്നോട് നീതി പുലർത്തി നിന്നെ എത്രത്തോളം അധികമായി, എത്രത്തോളം ദീർഘ യാത്രയ്ക്ക് പോലും നിന്നെ എന്ത് ചെയ്യും? അവരെടുത്ത് ഉപയോഗിക്കും. ഇതറിയുന്നില്ല ആര്. എന്നിട്ട് എന്ത് ചെയ്യും? സ്വയം നന്നാക്കത്തുമില്ല, മറ്റുള്ളവനെ നന്നാക്കത്തുമില്ല, അല്ലേ? നിന്നെയും കൊല്ലും, ഞാനും ചാവും എന്നും പറഞ്ഞ ചിലതൊക്കെ. ഈ സ്ത്രീയുടെ വിശ്വാസത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. മകളുടെ ഭൂതോപദ്രവത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനോടുള്ള തന്റെ വിശ്വാസ തലത്തെ വ്യക്തമാക്കുകയാണ്. നോക്കൂ, ഇത് നമ്മിൽ നിന്ന് ഒട്ടും അകലെയല്ല. പരമുയർത്തി, ഇതെന്നിൽ നിന്നൊട്ടും അകലെയല്ല. കാരണം എന്താ? ദൈവം എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ വേണ്ടും വിധം ആരായുന്നില്ല. എന്നിട്ടോ ഞാൻ താൽക്കാലിക ജീവിതം, എന്റെ ജീവിതത്തെ എന്താക്കി വെച്ചിരിക്കുക? താൽക്കാലികമാക്കി വെച്ചിരിക്കുക. ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയാ, ജീവിതം നിന്റെ ആയുസിന്റെ അളവ് നീ എടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്നല്ലേ നാളെ ഞാൻ ചാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ അങ്ങ് ജീവിക്കുന്നുണ്ട്. അവർ ജീവിക്കുമല്ല, ആ തീരുമാനം എടുത്ത നിമിഷമേ അവരങ്ങ് തീർന്നു, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 11:25-26 വായിക്കാം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. അത് ദൈവത്തോടുള്ള നല്ല പ്രഖ്യാപനം. പിന്നെ വീണ്ടും പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഈ വാഗ്ദത്തം ആർക്കുള്ളതാ? കർത്താവ് ചുമ്മാ ഒരു സമയപ്പോക്കിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? അത് ഏതായാലും ഇത്രയും ജനം കൂടിയിരിക്കില്ല, ഇവരൊന്നും തിരുവചനമൊന്നും ഇല്ല, എന്നാൽ പിന്നെ എനിക്കെന്നാവുന്നു, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കാം എന്ന് ചുമ്മാ പറഞ്ഞതാണോ? കർത്താവ് എന്താണോ ആമേൻ ആമേൻ എന്നുള്ള വാക്ക് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം അത് ഉണ്ട് എന്ന സത്യം തന്നെ, അത് സംഭവിക്കുമെന്ന. അല്ലേ? ദൈവത്തോടുള്ള വ്യവസ്ഥ എന്താണ്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ഇല്ലെന്ന്. ഉവ്വ് എന്നും ഇല്ല എന്നും. പക്ഷെ സന്ദർഭോചിതമായി സംസാരിക്കുന്നവർ ഇന്നും എന്തുണ്ട്? ഉണ്ട്. ഹലോ, ഇതെല്ലാം ആരവർക്കുന്നേ? അയ്യോ ജീവിതമേ, നിങ്ങൾ അറിയാതെ പോകരുത്. ദൈവം നമ്മോട് നീതി പുലർത്തണമെങ്കിൽ നമ്മിൽ ദിവ്യത വെളിപ്പെടണം. നമ്മിൽ എന്ത് ചെയ്യണം? പവിത്രത വെളിപ്പെടണം. നമ്മിൽ വിശുദ്ധി വെളിപ്പെടണം. അണ്ടിപ്പരപ്പും ബദാമും തിന്ന് നാല് ചുവരൻ മൂലയിൽ ഇരിക്കുന്ന കാര്യമല്ല പറയുന്നത്. ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, പിന്നെ ഞാനിങ്ങനെ വിശുദ്ധന ഒരു ആയുസ് വരെ ജീവിച്ചിട്ടും നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന്. അങ്ങനെ ആയിരുന്നു എന്റെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമില്ലായിരുന്നു. സ്വത്രം ഈന്തപ്പഴം കഴിച്ച് അവിടെ കാണാൻ ഇരുന്നാൽ പോരായിരുന്നു. അയ്യോ മനുഷ്യ, നിങ്ങൾക്കാകെ എല്ലാ അർത്ഥത്തിലും ഭൂപരപ്പിൽ ഒരു മാതൃക ഒരുവൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെ. ഒരു മനുഷ്യനിലും മാതൃക ഇല്ലാതെ വന്നപ്പോഴാ സ്വയം മാതൃകയായി വെളിപ്പെട്ടത്. ആ വെളിപ്പെട്ട നിയോഗത്തോട് നീ താതാമ്യപ്പെടുന്നുവെങ്കിൽ നിന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കുന്നു. നിന്റെ അല്ലലുകൾക്ക് അവൻ പരിഹാരം കണ്ടെത്തുമെന്ന്, നിന്റെ കുറവുകളെ അവൻ നികത്തുമെന്ന്, നിന്റെ പോരായ്മകളെ അവൻ നികത്തുമെന്ന്, നിന്റെ ആഗ്രഹങ്ങളെ അവൻ മാനിക്കുമെന്ന്, നിന്റെ ഇല്ലായ്മകളെ അവൻ നിറപടിയായി അവൻ കൊണ്ടുവരുമെന്ന്, അവൻ അമർത്തി കുലിക്കൊരളവ് നിനക്കായി തന്നെ നിന്റെ മടിയിൽ തന്നെ നിന്റെ വിശ്വാസ
സ്വസ്ഥതയിൽ തന്നെ, നിന്റെ ഭവന അന്തരീക്ഷത്തിൽ തന്നെ കൊണ്ടെത്തിക്കും. അവനെ ഞാൻ ദൈവമെന്ന് വിശ്വസിക്കുന്നു. ആ വിധം വിശ്വസിച്ചു. ആര്? ഈ സ്ത്രീ. അതൊരു സൗഭാഗ്യമായ ജീവിതമേ. കൂടെ നടക്കുന്ന സ്വന്തം കുലത്തിലായിരുന്നിട്ട് പോലും ഈ കർത്താവിൽ നിന്നൊരു അല്പ സന്തോഷം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു സമാധാനം പോലും എന്ത് ചെയ്തിട്ടില്ല. കാരണം എന്താ? അവർ കൂടെ കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് അവസരം കണ്ടെത്തുക. ഈ പരീക്ഷിക്കാൻ അവസരം കണ്ടെത്തുന്നവർക്കൊക്കെ സ്വസ്ഥത കിട്ടുമോ? ഏതെങ്കിലും വിധത്തിൽ ഒരാളെ പരീക്ഷിക്കണം, അല്ലെ ഒരാളോട് ഇന്നത് ചോദിച്ചേ ഞാൻ അടങ്ങൂന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് സ്വസ്ഥതയുണ്ടോ? കരമുയർത്തി. ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ച് ഇപ്പൊ തന്നെ അതിന് പരിഹാരം കണ്ടെത്തും പറഞ്ഞ് ചില സ്വഭാവം കാണിച്ചു ഇവർക്ക് സ്വസ്ഥതയുണ്ടോ? എന്നിട്ട് പറയും ഞാൻ വല്ലതും ചെയ്തോ? നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്തുവാ? നിന്റെ സ്വസ്ഥതയ്ക്ക് നീ ഭംഗം വരുത്തുക. എന്നിട്ട് പറയാം ഞാനൊന്നും ചെയ്തില്ല. എടാ, ആര് ചെയ്ത് അവരും ചെയ്ത് അവരനുസരിച്ച് അവരുടെ പ്രവർത്തിക്കനുസരിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ നീ സംഭവിക്കുന്നുമില്ല. ദൂത് വെളിപ്പെടുന്നുണ്ടല്ലോ. ആശയം മനസ്സിലാവുന്നുണ്ടോ? ആര് ചെയ്തു തന്റെ പ്രവർത്തിയാൽ അവരെന്ത് ചെയ്യും? ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കുന്ന പറയാറില്ലേ? അതുപോലെ പറയാം. അവൾ ആരോടും പരാതി എന്ത് ചെയ്തിട്ടില്ല. നോക്കിക്കേ, അവൾ തന്റെ ആഗ്രഹഭാവവുമായി വന്ന് വേറെ ആരോഗ്യം അവൾ എന്ത് ചെയ്തിട്ടില്ല. എന്നാ ശരി, പത്രോസ്ലിഹായെ കണ്ടിട്ട് ആ കർത്താവിന്റെ നടത്തിപ്പുകാരില്ലേ, എന്നാൽ പത്രോസിനെ കണ്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിച്ചിട്ട് യോഹന്നാനെ കണ്ടിട്ട് കർത്താവിന്റെ കൂടെ നടക്കുന്നില്ലയോ? അന്ന് ഇവരിൽ ആരെങ്കിലും ഒന്ന് പിടിച്ച് പറഞ്ഞാൽ യേശു കർത്താവിനെ എനിക്ക് നേരിട്ടെന്ന് കാണാൻ, മശിഹായെ എനിക്ക് നേരിട്ടെന്ന് കാണാൻ ഇവർ സമ്മതിക്കുമല്ലോ. സ്തോത്രം. ഹരിത ജീവിതമേ, നിന്റെ ഹൃദയഭാരം എൻ്റെ ദൈവം നേരിട്ടറിയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ ഭാവം, നീളം, വീതി, അതിന്റെ എന്താണ് സ്കെയിൽ, അതിന്റെ അളവ് സ്വർഗം നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. നീ പ്രത്യേകപരമായി ഒരുവനിൽ കണ്ട നിന്റെ നന്മ വീണ്ടും വിദൂരങ്ങളിലേക്ക് പോവുകയാണ്. അവൾ കർത്താവിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചപ്പോൾ കർത്താവ് അവങ്കിലേക്ക് ശ്രദ്ധിച്ചു. കേട്ടോ? എന്തോ? നിങ്ങളുടെ വിശ്വാസത്തെ, കർത്താവിനെ പ്രതിയുള്ള വിശ്വാസത്തെ നിങ്ങളിൽ ഉറപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി ആര് വിശ്വസിക്കുന്നു അവരിലേക്ക് ഇറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ എങ്ങനെ ചലിപ്പിക്കാൻ പറ്റും? നിന്റെ വിശ്വാസത്താൽ ചലിപ്പിക്കാൻ പറ്റും. സ്വന്തം രക്തസ്രവമുള്ള സ്ത്രീ നോക്കി, അവൾ കരയ്ക്ക് നോക്കി നിൽക്കുക. ഈ പുരുഷാരത്തിന് ഇടയ്ക്കൊന്നും ഇതിന് ആരാണ്? യേശു. എങ്കിൽ പോലും എനിക്ക് അവനെ ഒന്ന് തൊടണം. കാരണം എന്താ? അയ്യോ, ലോക വൈദ്യന്മാരിൽ എന്റെ നന്മ എല്ലാം അവശേഷിച്ചു. ഇനി എനിക്ക് എന്തില്ല? ഒരു നന്മ ഇല്ല. ശേഷിക്കുന്നത് എന്റെ പ്രാണൻ മാത്രമേ ഉള്ളൂ. ആണോ ഇല്ലയോ? പക്ഷെ ഇവൾ തന്റെ പ്രാണനെ കൊണ്ട് എവിടെ ചെന്നു? ആ പ്രാണദാതാവിന്റെ അടുത്തേക്ക് ചെന്നു. വായിച്ചു. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുത്ത് വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. എന്തോ വരുന്നതാ? നിലവിളിച്ചുകൊണ്ടാ വരുന്നു. അവിടെ ആവശ്യഭാരത്തെ പ്രതി അവൾ എന്ത് ചെയ്യുക? നിർബന്ധിക്കുക. അവൾ നിർബന്ധത്തോടെ ഓടി അടുക്കുക. ഇതാ ജീവന വിശ്വാസത്തെ കാണിക്കുക. കേട്ടോ? ഒരു കാര്യം നടത്തിപ്പിന് വേണ്ടി മാത്രമല്ല വിശ്വസിക്കേണ്ടത്, പിന്നെയോ എന്റെ ക്രിസ്തീയ ജീവിതമേ ഒരു വിശ്വാസമായി മാറണം. കള്ളൻ വരുമെന്ന പോലെയാണ് അല്ലേ നമ്മുടെ കർത്താവിന്റെ ആ നാളിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നതുപോലും തിരുവചനം വ്യക്തമാക്കുന്നു. നോക്കി, ആ കള്ളൻ എന്ന പോലെയുള്ള നിരൂപണത്തിനനുസരിച്ച് വേണം ഞാൻ ഒരുക്കപ്പെടാൻ. അത്ഭുതങ്ങളുടെ അടയാളം അതല്ല, അതിന്റെ ഒരു ഭാഗമാണ്. അത്ഭുതങ്ങളുടെ അടയാളം കൊണ്ട് സ്വർഗത്തിൽ പോകാന്ന് വിചാരിക്കരുത്. സ്തോത്രം. നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് നിന്റെ നിത്യ ജീവനാണ്. ആ ജീവനെ നീ എന്താക്കരുത്? കെടുത്തിക്കളയരുത്. അതെങ്ങനെ കെടും? അതൊക്കെ ഉണ്ട് കാരണം. അത് ഈ തരണത്തിൽ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവളത് നിലവിളിച്ചോണ്ട് വന്നു. വായിച്ചു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ആ സാഹചര്യം അവർക്ക് എല്ലാം അസഹ്യമാക്കി അല്ലേ? സ്തോത്രം. ഇനി കർത്താവിനെ ഒന്ന് അസഹ്യപ്പെടുത്തണം. കേട്ടോ? നിങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ആരെ അസഹ്യപ്പെടുത്തണം?
നാട്ടുകാരെയല്ല അസൂയമാക്കണ്ട, ഈ ദൈവത്തെ അങ്ങ് അസ്വസ്ഥമാക്കണം. കർത്താവ് നിന്റെ സാമീപ്യം കൊണ്ട് എന്ത് ചെയ്യണം? അസ്വസ്ഥത കൊണ്ട് നിന്നിലേക്ക് മുഖം തിരിക്കണം. അല്ലോ, നിന്റെ പാപഭാരം കൊണ്ട് നിന്നിൽ നിന്ന് അവൻ മുഖം തിരിച്ചു നിൽക്കുന്നു എങ്കിൽ ദൈവാത്മാവ് നിയോഗം തരുന്നു നീ അവനെ അങ്ങ് അസ്വസ്ഥമാക്കാൻ. നിന്റെ ഈ ദേഹത്തെ ഈ ആത്മാവിന്റെ ഈ നല്ല നിരൂപണത്തിൽ, ഈ നല്ല പ്രായത്തോടുള്ള ബന്ധത്തിൽ, ജീവിതമേ നീ ആ കർത്താവിനെ അങ്ങ് അസ്വസ്ഥമാക്ക്. അവൻ നിന്നിലേക്കൊന്ന് മുഖം തിരിക്കട്ടെ, അവന്റെ പ്രസാദം നിന്നിലേക്കൊന്ന് മടങ്ങി വരട്ടെ, നീ ദൈവിക പ്രസാദത്തിന് കാരണമാകട്ടെ. കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുവോ? അങ്ങനെയുണ്ട്, സംഭവമുണ്ട്. കേൾക്കുന്നതും ഉണ്ട്, കേൾക്കാത്തതും ഉണ്ട്. ദൈവസമക്ഷം ഒരു വ്യവസ്ഥയുണ്ട്, ഇല്ലയോ? വ്യവസ്ഥ കൂടാതെ അവന്റെ സമക്ഷം ദൈവം നോക്കുന്നേ ഇല്ല. അവരെ വ്യവസ്ഥ കൂടാതെ, അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. വ്യവസ്ഥ കൂടാതെ ദൈവം ഇവിടെ യേശു കർത്താവ് മുഖാന്തരം വെളിപ്പെടുത്തിയ ആ വ്യവസ്ഥ ഒന്നുണ്ട്. ആ വ്യവസ്ഥ പാലിക്കാത്ത ഒരുവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരില്ല. കരമുയർത്തി. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സ്വർഗീയ ഇടമാണ് ഈ ഭൂമി. ദൈവരാജ്യം നിങ്ങളുടെ സമക്ഷം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വ്യവസ്ഥ എന്താ അതും മനസ്സിലാക്കണം. ദൈവത്തോട് എങ്ങനെയാണ് ഞാൻ ഓടിയെടുക്കുക? ദൈവം എങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കും? ഇതൊക്കെ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വന്നാൽ പോയിരുന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചൊന്നും നടക്കുന്ന കാര്യമല്ല. സ്വത്രം സ്വത്രം ജോറി. കഴിഞ്ഞ ദീർഘനാളിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ കർത്താവ് ഇവിടെ നിൽപ്പാൻ ഞാൻ എന്തുള്ളൂ എന്ന മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നിൽക്കുമ്പോഴെല്ലാം കോരിയിട്ടും വാരിയിട്ട് തരുന്ന നിയോഗത്തിന് സ്വത്രം പറയും. അന്തർഗതയെന്ന് ചോദിച്ചും കണക്കും കൂട്ടി ഞാൻ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാറ്റം വച്ചതിൽ പോലും ജീവനെ കൈമാറ്റം ചെയ്യുവാൻ എൻ്റെ വിശ്വസ്തന് കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയും. ഉറപ്പും പ്രത്യാശയും. അയ്യോ, ജീവിതം എന്നിലും നിങ്ങളിലും ഒരുപോലെ ആയിരിക്കണം. ഞാൻ ഇച്ചിരി കൂടുതലൊന്നും നിങ്ങൾ ഇച്ചിരി കുറഞ്ഞൊന്നും അല്ല. നാം ഓരോരുത്തരും ഒരുപോലെ ആയിരിക്കണം. ഉപദേശിക്കുന്നതിനേക്കാൾ 2 മടങ്ങ് കൂടായിരിക്കണം ആര്? കേട്ടിരിക്കുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? ഉപദേശിക്കുന്നതിനേക്കാളും 2 മടങ്ങ് വർദ്ധിക്കണം ആര്? വിശ്വാസികൾ. പെട്ടെന്ന് വായിച്ചു. അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചുരുക്കിയായിരുന്നു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത്. ഇതിൽ കൂടുതൽ കേൾക്കാനുണ്ടോ? ഇതിൽ കൂടുതൽ നാണക്കെടാനുണ്ടോ? വലിയ കാര്യത്തെ അല്പ സ്വസ്ഥതയോ അല്ലെങ്കിൽ ഇച്ചിരി സമാധാനം പേരാനാണ് കർത്താവിന്റെ സമക്ഷം വന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ കേൾവി. ആ കേൾവിയെ പ്രതിയാ വന്നത്. പക്ഷെ കേട്ടതെന്തുവാ? കരമുയർത്തി നിന്റെ ഹൃദയം തുറക്കു ജീവിതമേ. നിനക്ക് അവനെ കുറിച്ചൊരു കേൾവി ഉണ്ട്, സത്യം. പക്ഷെ നീ അവനോട് അടുക്കുമ്പോൾ അവൻ നിന്നോടൊന്ന് പറയും. മറുതലിച്ചു പോകല്ലേ, പിണങ്ങി പോകല്ലേ, നിന്റെ വിരൂപകത അവിടെ വെളിപ്പെടുത്തരുത്. നീ നല്ല മനസാക്ഷിയോട് നീ അവന്റെ സമക്ഷം വീണ അവൻ നിന്നെ ആളെ മാറ്റും. നിന്നെ ആളെ മാറ്റും, നിന്റെ അന്തരീക്ഷത്തെ മാറ്റും. നിനക്ക് വീണ്ടും ഒരു പുതു സൃഷ്ടിയെ തരുന്ന ദൈവത്തിന്റെ ഹൃദയഭാരമായി വന്നവൾ എങ്ങനെ മടങ്ങിപ്പോയി നമ്മൾ ചിന്തിക്കണം. ഒറ്റ വാക്യേ ഉള്ളൂ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. കണ്ടോ ദൈവഹിതത്തെ ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ ജീവിതം നിന്റെ അല്പ വിശ്വാസം മതി. നിന്റെ അല്പത്തെ വലിച്ചെറിയാൻ
അവിശ്വാസം മൂലം കിടക്ക അനയുന്നു. കിടക്ക കിടന്നിൽ ജീവൻ വന്നും അവൾ എന്താ ഉദ്ദേശിച്ചത്? ആ ഉദ്ദേശത്തെ അവിടെ സഫലമായി. മനസ്സിലായോ? ഇതാ വിശ്വാസം. വിശ്വാസത്തിന്റെ വാക്യങ്ങൾ കാണാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. വിശ്വാസത്തെ പ്രതിയുള്ള ഉറപ്പുണ്ടായിരുന്നു അല്ലേ? ഇവയ്ക്കെല്ലാം കാരണഭൂതനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു. പക്ഷെ ഊഹാപോങ്ങിൽ വരുന്നതല്ല വിശ്വാസം. വിശ്വാസത്തിൽ നീ എന്തായി മാറണം. അതായി തീരുമ്പോഴാണ് നിന്റെ ഹൃദയ നിരൂപണത്തിൽ അത്ഭുതം സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നാറ്റം വെച്ചതിലും ജീവൻ വ്യാപരിക്കും. 38 വർഷക്കാലം ആയതിന്മേലും ജീവനെ കൈമാറ്റം ചെയ്യും. സൗഖ്യത്തിന്റെ ആത്മാവ് അതിന്മേലും വെളിപ്പെടും. ലോകപ്രകാര സമ്പത്തെല്ലാം ആ സ്ത്രീയോടുള്ള ബന്ധത്തിൽ നഷ്ടമായി അല്ലേ? ഇനി എന്താ പഴുത്? ആൾക്കൂട്ടം കാണുമ്പോൾ സ്ത്രീകൾക്ക് ഈ ഇങ്ങനെയുള്ള അശുദ്ധിയായ സ്ത്രീകൾക്ക് അവരുടെ നടുവിൽ പോകാൻ വ്യവസ്ഥയില്ല. ഒക്കത്തില്ലെന്നല്ല, വ്യവസ്ഥയില്ല. അങ്ങനെ ഉള്ളവരെ കൺമുമ്പിൽ വന്നാൽ അവരെ കല്ലെറിഞ്ഞ് കൂന കൂട്ടണം. കല്ലെറിഞ്ഞ് കൂന കൂട്ടണം. ആ കൂനയിൽ തന്നെ എന്ത് ചെയ്യണം? അങ്ങനല്ലേ? അങ്ങനല്ലേ? കല്ലെറിഞ്ഞ് കൊന്ന ആ കല്ലിൽ തന്നെ കൂന കൂട്ടും. അവൾ എങ്ങനെയപ്പോ നിന്റെ സമക്ഷം? അതും കർത്താവ് ആരെന്ന് ഇവൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ കൂടെ ചിന്തിക്കുന്നത്, ദൈവമേ, ഈ കൂട്ടത്തിനിടയ്ക്ക് നിന്നെ കർത്താവായി വിശ്വസിച്ച് ഇവൾ എങ്ങനെ വന്നു? കാരണം കർത്താവും ഈ ശിഷ്യഗണങ്ങളെല്ലാം ആ കാലഘട്ടത്തിന്റെ ഒരു പഴക്കവും ഒരു സ്വഭാവവും ഉണ്ട്. ഇവരെല്ലാം ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെ, ഒരേ വസ്ത്രവിധാനവും ഒരേ രൂപഭാവങ്ങളെല്ലാം. മീശ പഠിച്ചതോ മൂശ തിരിച്ചതോ ഒന്നും അല്ല. എല്ലാം ഒരേ രൂപഭാവം, ഒരേ ഭാവം, ഒരേ വസ്ത്രവിധാനം, ഒരേ കാഴ്ചപ്പാടാണ്. പക്ഷെ അവൾ എങ്ങോട്ട് മാറിപ്പോയില്ല. കർത്താവിന്റെ സമക്ഷം വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടു. മതി കർത്താവ്, എല്ലാ ഇടമൊന്നും വേണ്ട, എനിക്ക് ആ വസ്ത്രത്തിന്റെ ആ നൂൽക്കഷ്ണം മതി. അവൾ അത്രത്തോളം വിശ്വസിച്ച ആ തന്റെ വിശ്വാസത്തിന്മേൽ കർത്താവിൽ നിന്ന് പറയുന്ന അവനിൽ നിന്നൊരു ശക്തി. ഓ, എവിടെയോ ഒരു ശക്തി പുറപ്പെടുന്നത്, എവിടെയോ ഒരു ശക്തി പുറപ്പെടുന്നത്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാ ദൈവത്താൽ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക ചെയ്തത്. അവനോടുള്ള നല്ല വിശ്വാസത ഇതൊരു കാരണമാകുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവനൊരു ശക്തി പുറപ്പെടുന്നു. ഇതാ ഇതേപോലെ ശക്തി ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കട്ടെ. ഈ വന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ഈ വിധം ഞാൻ ആയി തീരണമോ എന്നതിന് തക്കവണ്ണം എന്നെ ആക്കി തീർക്കുന്ന അഭിഷേകമേ ആ വിധം തന്നെ സംഭവിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ അവന്റെ ഏറ്റവും വലിയ മൂല്യച്യുതി ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ആയിരിക്കുമ്പോൾ ഇവനോടൊപ്പം ഒരു ദൂതഗണമായിരിക്കും. ദൂതസഞ്ചയനങ്ങൾ, ദൂതന്മാർ എങ്ങോട്ട് നോക്കിയാലും ദൂതന്മാരായിരിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നു ഈ ദേശത്ത് ദൂതൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ, നിന്റെ ഭവന അന്തരീക്ഷത്തിൽ ദൂതൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ, അയ്യോ, ഞാൻ കഴിഞ്ഞ ദിനങ്ങളിൽ അറിഞ്ഞും കണ്ടും അനുഭവിച്ചതുകൊണ്ടാ ഞാൻ പറയുന്നത് ദൂതൻ ഇറങ്ങുന്നെന്ന്. ദൂതൻ ഇറങ്ങുന്നത് നിന്റെ രോഗത്തിന്റെ മേൽ, നിന്റെ അത്ഭുതത്തിന്റെ മേൽ, നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ ആഗ്രഹത്തിന്മേൽ ഒക്കെ ദൈവം തന്റെ ദൂതനെ കൽപ്പിച്ചാക്കുമെന്ന്. ദൈവം തന്റെ ജനത്തോടുള്ള തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തണം. ദൈവം തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യ, നിന്റെ വിശ്വാസം എവിടെ? അത് കണ്ടെത്തുന്നില്ലാതാണ്. അത് കണി പോലും കാണുന്നില്ലെന്ന്. കാര്യനിടത്ത് വേറെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഏരിയ കാണത്തില്ല. ആണോ ഇല്ലയോ? കാരണം എന്താ? മനുഷ്യന്റെ നിരൂപണം ആ വിധം സ്വാർത്ഥമായി മാറി. അങ്ങനെ അവർ ദൈവഹിതത്തെ നിസാരമാക്കി. മനസ്സിലാവുന്നുണ്ടോ? ദൈവഹിതത്തെ അവര് നിസാരമാക്കി. അതുകൊണ്ടാ ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഈ കൂടി നിന്നവരെ എല്ലാം ദൈവം അവിടെ തന്നെ നിർത്തി. എന്നിട്ട് ഇവരോടുള്ള ബന്ധത്തിൽ പറയുന്നു, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആരുടെ ഇഷ്ടമായിട്ട്? യോഹന്നാൻ 9:38 വായിച്ചു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കണ്ടോ? കണ്ണുപെട്ടന അവൻ കർത്താവിനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കേ അവൻ സുഖപ്പെട്ടു. പക്ഷെ ഇവൻ എങ്ങനെ അറിഞ്ഞു കർത്താവ് ഉണ്ടെന്ന്?
ഇങ്ങനെ ഒരു കർത്താവാണ് തന്നെ സുഖപ്പെടുത്തുന്നത്. എങ്ങനെ അറിഞ്ഞു? തന്റെ വിശ്വാസം. ഇവിടെ നാം ഇതുവരെ പറഞ്ഞതെല്ലാം തന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ആണോ ഇല്ലയോ? അപ്പൊ എന്താണ് വിശ്വാസം എന്നതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. കണ്ടോ? അപ്പൊ ദൈവപ്രസാദം നിങ്ങളുടെ വിശ്വാസമത്ര. ആ വിശ്വാസം കൂടെ നടന്ന മാന്യന്മാർക്ക് അറിയില്ലാതെ പോയി. പക്ഷേ ആഗ്രഹബാഹുമായി ഹൃദയവേദനമായി വന്നവൾ അത് വെളിപ്പെടുത്തി. അവൾ അത്ഭുതം കണ്ടു. അവർ അത്ഭുതം കണ്ടു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിച്ചു. അവരുടെ മുഖമോ നോക്കു ജീവിതമേ, ഇതേപോലെ തന്നെയാണ് ഇസ്രായേൽ ജനം സ്വന്തം സ്വജീവിതത്തിന്റെ പാപ അകൃത്യങ്ങൾ മൂലം അവർ മരുഭൂമിയിൽ പെട്ടു വീണുകൊണ്ടിരിക്കുമ്പോഴും മോശ ഈ അവസ്ഥ കണ്ടു അവർക്ക് വല്ലാതെ മോശയുടെ ഹൃദയം പിടയ്ക്കുവാണ്. വെളിച്ചും മരുഭൂമിയിൽ ഇറക്കിയിട്ട് ഈ വഴിയോരങ്ങൾ തീർക്കാനാണോ അപ്പാ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്നലകളിൽ നിങ്ങളുടെ അനുഭവത്തിൽ ജീവിച്ചിട്ടൊന്നും ഇത്രയും വലിയ ക്ലേശങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കാണത്തില്ല. പക്ഷേ ജീവിതമേ, വിശ്വാസ തലത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് നീ വല്ലാത്ത ക്ലേശങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നീ ഒന്ന് മനം തിരിഞ്ഞാൽ മതി, അവൻ നിന്റെ അടുത്തെടുക്കും. ഇന്നലകളിൽ നീ വണ്ടി പിടിച്ചും കൂലിക്ക് ആളെ നിർത്തിയൊക്കെ നീ രക്ഷാമാർഗം നേടാൻ വേണ്ടി പലതും ചെയ്തില്ലേ? ഇന്ന് നിനക്കൊരു സുവാർത്ത, നീ മനം തിരിഞ്ഞാൽ മതി, അവൻ നിന്റെ സമക്ഷം വരും. അപ്പോ നോക്കിയേ, അവിടെ ആ ജനത്തിന്റെ കാഠിന്യം എന്തായിരുന്നു? ഹൃദയ കാഠിന്യമാണ്. എന്ത്? സർപ്പത്തിന് തക്കവണ്ണം അവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണലിയുടെ സ്വഭാവം. എങ്ങനെ പറഞ്ഞാലും വിഷമം. കൂടെ നിന്ന് മാന്യമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളത്തിൽ എന്താണ്? വിഷമം, സർപ്പദോഷം. മനസ്സിലാകുന്നുണ്ടോ? സർപ്പദോഷം. ചിലരുടെയൊക്കെ സ്വഭാവങ്ങൾ ദൈവഹിതത്തോടുള്ള ബന്ധത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ അറിയാം. ചിലതിൻ്റെയൊക്കെ സ്വഭാവം കാണുമ്പോഴേ അറിയാം. പക്ഷേ അതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വല്ല വിധേനെ സുബോധം കൊടുത്ത് മടങ്ങി വന്നാൽ അവർക്കും നല്ലത്, നമുക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളെയും ഇല്ലാതാക്കും, അത് സ്വയം ഇല്ലാതാക്കുകയും ചെയ്യും. അങ്ങനെയും ചിലതുണ്ട്. അങ്ങനെ വന്നപ്പോഴാ മോശയോട് കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ ഒരു പിച്ചള സർപ്പത്തെ. ഈ പിച്ചള സർപ്പത്തെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? സർപ്പം എന്ന രൂപം നിന്നിൽ വെളിപ്പെടുമ്പോൾ തന്നെ നിന്റെ സ്വഭാവ തലങ്ങളെ വ്യക്തമാക്കാനാണ്. സർപ്പഹിതമനുസരിച്ചുള്ള നിരൂപണം നിന്നിൽ ഇരിക്കുന്നത്. സർപ്പദോഷം നിന്നെ തന്നെ ഇല്ലാതാക്കുകയാണെന്ന്. നിന്നിൽ ഇരിക്കുന്ന സ്വഭാവങ്ങളെല്ലാം ഏതിന് സമമാണ്? ഈ സർപ്പത്തിന് സമമാണ്, വിഷകാരിക്ക് സമമാണ്. അത് മുഖാന്തരമാണ് നീ ഈ മരുഭൂമിയിൽ വീണു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആകയാൽ നീ അവയോടുള്ള നല്ല മനസ്താപം പൂണ്ട് നീ മടങ്ങി വന്നാൽ നിനക്ക് ജീവരക്ഷ ഉറപ്പ്. നിനക്ക് ജീവരക്ഷ ഉറപ്പ്. അതിനാ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വെച്ചു. തങ്കത്തിന്റെ ഉണ്ടാക്കാൻ പറ്റും. എന്താ പിച്ചള ഉണ്ടാക്കിയേ? അതിനൊരു ഐതിഹ്യമുണ്ട്. ഹലോ, അതല്ല, അതിന്റെ വഴിക്കറിയാം. അങ്ങനെ വന്നപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി. യാഹ് എന്ന നാമത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി. ദൈവത്തിൽ നിന്നുള്ള ദയ ഇവിടെ വെളിപ്പെട്ടു. സർപ്പത്തെ നോക്കിയവരെല്ലാം രക്ഷ പ്രാപിച്ചു. ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ക്രിസ്തുവിൽ അങ്ങ് ഉറപ്പിക്കാം. എന്താ? ക്രിസ്തുവിനെ നോക്കിയവരെല്ലാം അവരുടെ മുഖമോ കരമുയർത്തി. അതാ അവന്റെ മുഖം പ്രകാശിച്ചിരിക്കുക. കാരണം എന്താ? മാനവകുലത്തിന് വേണ്ടി അവൻ ചെയ്തു എന്നതിനെ നീ ഓർക്കേണ്ടതിനാ കാൽവറിയുടെ കരുത്തവൻ. ആ ഗോകുൽത മല, ആ കുരിശെന്ന യാഥാർത്ഥ്യ ബോധം. കുരിശിൻ ചുമന്നോട് നടക്കാനല്ല, പിന്നെന്താണ്? ആ ക്രൂശിന്മേൽ ഒരുവൻ വന്ന് വീണു. എന്തിനാണെന്നറിയോ? അവിടെ നീ വന്ന് വീഴാമായിരുന്നു, നിന്റെ ചാർച്ചക്കാരും വന്ന് വീഴാമായിരുന്നു. സഹോദര, സഹോദരി, നിനക്ക് പകരമായി ഒരുവൻ അവിടെ വിവസ്ത്രധാരകനായി വീണുവെങ്കിൽ നീ ഒന്ന് മനം തിരിഞ്ഞാൽ മതി. അവൻ നിനക്ക് വേണ്ടി തുണി ഉടുപ്പിക്കും. നിന്നെ വന്ന് തുണി ഉടുപ്പിക്കും, നിന്നെ വന്ന് വസ്ത്രം ധരിപ്പിക്കും. നിന്റെ നഗ്നതയെ പ്രതി അവൻ നഗ്നനായത്, നിന്റെ വിരൂപതയെ പ്രതി അവൻ അവിടെ വിരൂപനായി. യാഥാർത്ഥ്യബോധം എന്നിൽ മനം തിരിഞ്ഞ നാം മനം തിരിയാനുള്ളതേ ഉള്ളൂ ജീവിതമേ. പക്ഷെ നമ്മെ മനം തിരിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പകൽ മാനിനെ ആദ്യം തിരിച്ചറിഞ്ഞാൽ മതി. അതിനെന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നാം ഒന്നിനോട് ഇഴുകിച്ചേരണം. ദൈവഹിതത്തിന് ഞാൻ എന്ത് ചെയ്യണം? ചുക്കാൻ പിടിക്കണം. ദൈവത്തോടുള്ള നല്ല മനസാക്ഷ്യം വെളിപ്പെടുത്തണം. ഈ വിധം നിങ്ങൾ വിശ്വാസത്തോടെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിൽ ഇതേ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ
വിശ്വാസങ്ങൾക്കും ദാ ഇവിടെ അറുതി വന്നിരിക്കുന്നു. ഇവിടെ ഒരു മഹാപ്രവൃത്തി സംഭവിച്ചിരിക്കുന്നു. കേൾക്കാൻ മാത്രയിൽ തന്നെ നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ വിശ്വാസ തലം ഏ വിധമോ ആ വിധം തന്നെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നു. സ്വർഗം തന്റെ ദൂതനെ കൽപ്പിച്ചാക്കുന്നു. ദൈവിക സന്തോഷം അനുഭവിക്കുന്ന നീ തുള്ളി ചാടുവാൻ നിനക്ക് വകയുണ്ടെന്നാ. പശു തൊഴുത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ പൈക്കിടാക്കളെ പോലെ നിനക്ക് തുള്ളിയും ചാടി നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനാ ദൈവം നിനക്കൊരു വിശ്വാസം തന്നിരിക്കുന്നു. നിനക്കൊരു വിശ്വാസം തന്നെ എന്തിനാ? നിരാശരായി പോയിരിക്കുന്ന ജനം, പഴുതുകളും സാഹചര്യങ്ങളും ഒന്നൊന്നും ഇല്ലാതെ വേദനിച്ചു നിൽക്കുന്ന ജനത്തിന്റെ നടുവിൽ എല്ലാവരും നോക്കുമ്പോൾ ഒരുപോലെയെങ്കിലും വിശ്വാസമുള്ളവൻ അതിജീവിക്കും, വിശ്വാസമില്ലാത്തവൻ പട്ടും. അതുകൊണ്ടാ പാട്ടുകാരൻ പാടുന്നത്, തന്നുയിരേ ഈ പാപികൾക്കാ തന്നവനാം നീയോ, തന്നുയിരേ കരങ്ങൾ ഉയർത്തി, പാപികൾക്കാ തന്നവനാം നീയോ, തള്ളിടുമോ തീ